ശ്രീ പി രംഗനാഥൻ, ഇപ്പോൾ ഈ പ്രേക്ഷകരൊക്കെ പ്രതികരിച്ചതൊക്കെ താങ്കൾ കേട്ടു കാണുമല്ലോ. അത് സമ്മിശ്രമാണ്. ചിലരെ പറയുന്നത് കേവലം ഒരു സ്പോർട്സായി മാത്രം കണ്ട് മത്സരം നടത്താനുള്ള സാഹചര്യം ഒരുക്കണം എന്നുള്ളതാണ്. അതിനുമപ്പുറമുള്ള കുറെ നയതന്ത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് ഉള്ളത് ശരി തന്നെ. അപ്പോഴും ഈ കായിക പ്രേമികളുടെ ഒരു കേവലമായിട്ടുള്ള ആഗ്രഹം അത് മത്സരം, ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അനുകൂല നിലപാടിലേക്ക് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് എത്തിയില്ലെങ്കിൽ എങ്ങനെയാണ് ICC ഒരു സമവായത്തിലേക്ക് എത്തുക? ഈ ഒരു ഹൈബ്രിഡ് വെന്യൂ എന്ന് ഉള്ള ഒരു തീരുമാനം പാകിസ്ഥാൻ അംഗീകരിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ആ ചാമ്പ്യൻഷിപ്പ് തന്നെ വേദി മാറ്റുക എന്നൊക്കെ കടുത്ത തീരുമാനത്തിലേക്ക് പോകുമോ അവർ? അല്ല, അത് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇന്ത്യ വളരെ ശക്തരാണ്. അപ്പൊ ഇന്ത്യയുടെ സാന്നിധ്യം, BCCIയുടെ സാന്നിധ്യം ICCയിൽ എല്ലാവർക്കും അറിയുന്നതാണ്. അത് മാത്രമല്ല, ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് സാഹചര്യമാണ്. അപ്പോ പാകിസ്ഥാനിൽ പോയി കളിക്കണമെങ്കിൽ ഇന്ത്യൻ ടീമിന് മാത്രമല്ല മറ്റുള്ള ടീമുകൾക്കും അതിന് ഒരു വില്ലിങ്നെസ് വേണം. അവരെല്ലാം അത് വില്ലിങ് ആണെന്ന് പറയണം. അത് മാത്രമല്ല, പല ടീമുകളും ഇപ്പൊ തന്നെ ആശങ്കകളൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അത് മാത്രമല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യയാണ് ഏറ്റവും, അതായത് ഇന്ത്യയെ കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത സ്പോർട്സിലോട്ട് വരുന്നുള്ളൂ. അപ്പൊ സ്പോർട്സ് എന്ന് നിലനിൽക്കണം, ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ഉണ്ടാവണം. പക്ഷെ വേദി അത് മാറ്റിയത് കൊണ്ട് ഒരിക്കലും ഈ ചാമ്പ്യൻസ് ട്രോഫിയുടെ ആ പൊലിമ നഷ്ടപ്പെടുന്നില്ല. അത് ഏത് വേദിയായാലും, പാകിസ്ഥാൻ ഒഴിച്ച് വേറെ ഏത് വേദിയിൽ നടത്തി കഴിഞ്ഞാലും ഇന്ത്യയും പാകിസ്ഥാനും മറ്റുള്ള ടീമുകളെല്ലാം തന്നെ ആ മത്സരത്തെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കും. അത് മാത്രമല്ല, അത്യന്തം ആവേശത്തോടുകൂടി നമുക്കെല്ലാം ആ മത്സരം കാണാനും സാധിക്കും. അപ്പൊ മത്സരം നടക്കണം, പക്ഷെ വേദി മാറും. അത് തന്നെയാണ് ഇപ്പോ പൂർണ്ണമായിട്ടും പറയേണ്ടത്. കാരണം ഇവർക്ക് ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ മാത്രം നടത്തിയത് കൊണ്ട് എന്താണ് ഗുണം? അതിലും കൂടുതൽ സ്വീകാര്യത മറ്റുള്ള സ്ഥലത്ത് വെച്ച് നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുകയാണെങ്കിൽ അതിനെ സ്വീകരിക്കും. അത് മാത്രമല്ല, രാജ്യത്തിന്റെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, അതായത് ഗവൺമെന്റ് എടുക്കുന്ന നിലപാട്, അത് വളരെ നിർണായകമാണ്. അതിനെ മറികടന്ന് ഒരിക്കലും BCCIക്ക് ഒരു തീരുമാനത്തിലോട്ട് എത്താൻ സാധിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് അത് നിർണായകമാകും എന്നുള്ളതാണ്.